ഹലോ ഫ്രണ്ട്സ്, വെൽക്കം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രീ പ്രൈമറി നഴ്സറി ടീച്ചർ എക്സാം കടന്നു വരികയാണ്. വരുന്ന 22-ാം തീയതിയാണ്, ഓഗസ്റ്റ് 22-ാം തീയതിയാണ് പരീക്ഷ. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സിലബസ് അടിസ്ഥാനത്തിൽ 10 യൂണിറ്റുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പം നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് 10ാമത്തെ യൂണിറ്റിൻ്റെ കുറച്ച് ടോപ്പിക്കുകളാണ് ഞാൻ എടുക്കുന്നത്. അതിൽ പ്രധാനമായിട്ടും 10ാമത്തെ യൂണിറ്റിൻ്റെ ഒരു പ്രീ സ്കൂളും സമൂഹവും എന്ന് പറയുന്നതാണ് യൂണിറ്റ് നെയിം. ഈ യൂണിറ്റിൻ്റെ അണ്ടറിൽ പ്രധാനമായിട്ടും 8 ചാപ്റ്റേഴ്സാണ് ഉള്ളത്. പ്രീ സ്കൂൾ വിദ്യാഭ്യാസത്തിൽ രക്ഷിതാക്കളുടെ പങ്ക്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും പ്രീ സ്കൂൾ PTA, രക്ഷിതാക്കളുടെ ശാക്തീകരണ പരിപാടികൾ, പ്രീ സ്കൂൾ ശക്തിപ്പെടുത്തുന്നതിൽ സമൂഹത്തിൻ്റെ പങ്ക്, ക്ലസ്റ്റർ അധിഷ്ഠിത പ്രീ സ്കൂള്, സന്നദ്ധ സംഘടനകളും പ്രീ സ്കൂൾ രംഗത്തെ വിവിധ ഏജൻസികളുടെ ഏകോപനത്തിൻ്റെ ആവശ്യകത. ഇത്രയുമാണ് ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അതിൽ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കാണാൻ പോകുന്നത് പ്രീ സ്കൂൾ വിദ്യാഭ്യാസത്തിൽ രക്ഷിതാക്കളുടെ പങ്ക് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അപ്പം നമ്മൾ ഈ ചാപ്റ്ററിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നിങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്, നമുക്കറിയാം പ്രീ സ്കൂൾ പാഠ്യപദ്ധതി എന്ന് പറയുന്ന അധ്യാപക സഹായിയിൽ നിന്നുമാണ് ഞാൻ ഈ നോട്ട് എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊന്ന് ക്ലാസ് ഒന്ന് കേൾക്കുക, പ്രധാനപ്പെട്ട പോയിന്റുകളൊന്ന് പറയുക. അവസാനം ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസുകൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ഞാൻ ഈ ക്ലാസ് എടുക്കുമ്പോൾ തന്നെ ഞാൻ പറയാം, അതൊന്ന് നിങ്ങൾ നോക്കി വയ്ക്കുക. ഇതിൽ പ്രധാനമായിട്ടും ഒരുപാട് നമുക്ക് കാണാതെ പഠിക്കാനില്ല, നിങ്ങളൊന്ന് കേട്ടിരുന്ന് മനസ്സിലാക്കാനുള്ള ചാപ്റ്ററാണ് ഈ പ്രീ സ്കൂൾ വിദ്യാഭ്യാസത്തിൽ രക്ഷിതാക്കളുടെ പങ്ക്. ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകൾ നമ്മുടെ നോട്ട്ബുക്കിലേക്ക് ഒന്ന് കുറിച്ചു പോകാം. അത് മാത്രം നിങ്ങൾ പിന്നെ എന്ത് ചെയ്താൽ മതി, ഫോളോ അപ്പ് ചെയ്താൽ മതി. കാരണം ഈ നോട്ടാണ് നമുക്ക് ഇനി കിട്ടാനുള്ളൂ. പ്രീ സ്കൂൾ വിദ്യാഭ്യാസത്തിൽ രക്ഷിതാക്കളുടെ പങ്കെന്ന് പറഞ്ഞ് ഈ ഒരു നോട്ടാണ് ഗവൺമെൻറ് ഇറക്കിയിരിക്കുന്ന ബുക്കിലുള്ളൂ. അപ്പോൾ ഇതിൽ നിന്നായിരിക്കാം ക്വസ്റ്റ്യൻസ് കൂടുതലും വരിക. അപ്പോൾ ഇതൊന്ന് പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ച് കേൾക്കാനായിട്ട് ശ്രമിക്കാം കേട്ടോ. ശൈശവ കാലഘട്ടത്തിൽ കുട്ടികളുടെ വികസന കാര്യത്തിൽ രക്ഷിതാക്കൾക്ക് കൈത്താങ്ങായി നിൽക്കുന്നത് പ്രീ സ്കൂൾ സ്ഥാപനങ്ങളാണ്. കാരണം കുഞ്ഞുങ്ങളുടെ ശൈശവ കാലഘട്ടത്തിലെ വികസന മേഖലകൾ, സാമൂഹിക വികസനമുണ്ടാവാം, അല്ലേ, സാമൂഹിക വികസനമുണ്ടാവാം, അതോടൊപ്പം തന്നെ ഭാഷാ വികസനം. ആ വികസനം എന്ന് പറയുമ്പോൾ കുട്ടിക്ക് എന്തൊക്കെ വികസനമുണ്ടാവാം? 1 സാമൂഹിക വികസനമുണ്ടാവാം, 2 ഭാഷാ വികസനമുണ്ടാവാം, കായിക വികസനമുണ്ടാവാം, ചാലക വികസനമുണ്ടാവാം, അതുപോലെ തന്നെ സാൻമാർഗിക വികസനമുണ്ടാവാം, ഇല്ലേ? ഇങ്ങനെ നിരവധി തരത്തിലുള്ള വികസനങ്ങൾ ഉണ്ടാവാം, അല്ലേ? ശൈശവ കാലഘട്ടത്തിൽ പ്രധാനമായിട്ടും കായിക, ചാലക വികസനം, ഇതിൻ്റെയൊക്കെ തുടക്കമാണ്. ഭാഷാ വികാസത്തിൻ്റെ ആണെങ്കിലും സാമൂഹിക വികാസത്തിൻ്റെ ആണെങ്കിലും സാൻമാർഗിക വികാസത്തിൻ്റെ ഒക്കെ ആണെങ്കിലും ഒരു തുടക്കമാണ്, അല്ലേ? അപ്പോൾ ഇവിടെ രക്ഷിതാക്കൾക്ക് പ്രധാനമായിട്ടും പ്രോപ്പറായിട്ട് ഈ വികസന കാര്യങ്ങളിൽ സഹായിക്കാൻ പറ്റിയെന്ന് വരില്ല. ആ സമയങ്ങളിൽ കൈത്താങ്ങായി നിൽക്കുന്നത്, രക്ഷിതാക്കൾ കൊടുക്കുന്ന കുട്ടിയുടെ വികസന മേഖലകളിൽ സ്വാധീനിക്കുന്നതിനോടൊപ്പം തന്നെ പ്രീ സ്കൂളുകൾക്കും എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? കുട്ടികളുടെ വികസന കാര്യങ്ങളിൽ ഒരു കൈത്താങ്ങായി നിന്നുകൊണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൈ ചേർന്ന് നിന്ന് സഹായിക്കാനായിട്ട് സാധിക്കും. ശിശുക്കളുടെ വികസനത്തിന് അനുയോജ്യമായ സാഹചര്യങ്ങൾ ഒരുക്കാനായിട്ട് എല്ലാ കുടുംബങ്ങൾക്കും സാധിക്കത്തില്ല. അപ്പോൾ അവരുടെ ശിശുക്കളുടെ വികസനം എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു, സാമൂഹികമായിട്ടുള്ള വികസനം അതിലുണ്ട്, ഭാഷാപരമായ വികസനമുണ്ട്, സാൻമാർഗിക വികസനമുണ്ട്. അങ്ങനെ എല്ലാ വികസന കാര്യങ്ങൾക്കും അനുയോജ്യമായ ഒരു സാഹചര്യം ഒരുക്കാനായിട്ട് എല്ലാ കുടുംബങ്ങൾക്കും ഒരുപോലെ സാധിച്ചുവെന്ന് വരില്ല. അങ്ങനെ കുട്ടികൾക്ക് എന്തുണ്ടാവാം? അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും കുട്ടികൾക്ക് വികസന കുറവുകൾ വരാം, വികാസ തടസ്സങ്ങൾ വരാം. ഇതൊക്കെ നികത്തുക എന്നുള്ളതാണ് രക്ഷിതാക്കളുടെയും പ്രീ പ്രൈമറി സ്കൂളുകളുടെയും കൂട്ടായ പ്രവർത്തനങ്ങളിലൂടെ മാത്രമാണ് എന്ത് ചെയ്യാനായിട്ട് സാധിക്കുക? കുട്ടിയുടെ വികാസ തടസ്സങ്ങളെയും വികാസ കുറവുകളെയും നമുക്ക് നികത്താനായി സാധിക്കുകയുള്ളൂ. അപ്പോൾ ഒരു ശിശുവിന് വികാസഘട്ടങ്ങൾ ശൈശവം എന്ന് പറയുന്നത് എത്രയാണ്? ബർത്ത്
ടു 3 ഇയേഴ്സ് ആണ്. 0 to 3 ഇയേഴ്സ് ആണ് ഇൻഫാൻസി അഥവാ ശൈശവം എന്ന് പറയുന്നത് അല്ലേ. ബാല്യത്തിലേക്ക് കയറുന്ന 3 വയസ്സ് മുതലാണ്. 3 വയസ്സ് മുതൽ 12 വയസ്സ് വരെയാണ് ബാല്യം എന്ന് അറിയപ്പെടുന്നത്. അത് ആദ്യകാലം, മധ്യബാല്യം, അന്ത്യബാല്യം എന്നീ 3 മേഖലകളിലൂടെയാണ് ബാല്യം കടന്നു. അപ്പോൾ ഇൻഫാൻസി എന്നറിയപ്പെടുന്ന 0 മുതൽ 3 വയസ്സ് വരെയാണ് ശൈശവം. ശൈശവ കാലഘട്ടത്തിൽ കുഞ്ഞിലുണ്ടാവുന്ന വികാസ തടസ്സങ്ങൾക്കും അല്ലെങ്കിൽ വികാസ കുറവുകൾക്കും വികാസ പ്രശ്നങ്ങൾക്കും ഒക്കെ എന്താണ് ഒരു പരിഹാരം? രക്ഷിതാക്കളും പ്രീ പ്രൈമറി അന്തരീക്ഷം അല്ലെ പ്രീ പ്രൈമറി സ്കൂളുകളുടെയും ഒക്കെ ഒരു കൂട്ടായ പ്രവർത്തനത്തിൻ്റെ ഫലമായി മാത്രമേ ഈ ശൈശവ കാലഘട്ടത്തിൽ കുട്ടിക്കുണ്ടാവുന്ന വികാസ മേഖലകളിലെ കുറവുകളെയും തടസ്സങ്ങളെയും നീക്കാനായി സാധിക്കുകയുള്ളൂ. ഇനി രക്ഷാകർതൃ പങ്കാളിത്തത്തിൻ്റെ ആവശ്യകത എന്താണ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് പ്രീ പ്രൈമറി കാലഘട്ടത്തിൽ രക്ഷാകർതൃ പങ്കാളിത്തത്തിൻ്റെ ആവശ്യകത അല്ലെങ്കിൽ അനിവാര്യത എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പറയാനുള്ള കുട്ടിയുടെ ആദ്യ വിദ്യാലയം എന്ന് പറയുന്നത് കുടുംബം. ആദ്യ പരിസ്ഥിതി എന്നറിയപ്പെടുന്നത് ഏതാണ്? കുടുംബമാണ്. അപ്പോൾ ആദ്യ വിദ്യാലയം കുടുംബമാണ്. ആദ്യ പരിസ്ഥിതി എന്ന് പറയുന്നത് കുടുംബമാണ്. കൂടാതെ അമ്മയുടെ മടിത്തട്ടാണ്. അമ്മയുടെ മടിയിലായിരുന്നാണ് കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യുന്നത്? ആദ്യകാലങ്ങളിലെ ബാലപാഠങ്ങൾ പഠിക്കുന്നത്. ശരിയല്ലേ? അപ്പം ഒരു ശിശുവിൻ്റെ ആദ്യ പരിസ്ഥിതി അവൻ്റെ കുടുംബമാണ്. ആദ്യ സമൂഹം ഒരു ശിശുവിൻ്റെ ആദ്യ സമൂഹം ഏതാണ്? അവൻ്റെ കുടുംബമാണ്. ആദ്യ വിദ്യാലയം ഏതാണ്? കുടുംബമാണ്. ഒരു ശിശുവിൻ്റെ ആദ്യ പരിസ്ഥിതി, ആദ്യ വിദ്യാലയം, ആദ്യ സമൂഹം അവൻ്റെ കുടുംബവും അമ്മയുടെ മടിത്തട്ടുമാണ്. ആദ്യ അധ്യാപകരും വഴികാട്ടിയും, കുഞ്ഞിന് ആദ്യ പാഠങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതും നിൽക്കാനും ഇരിക്കാനും കിടക്കാനും എന്ന് വേണ്ട സകല കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു അറിവ് പറഞ്ഞു കൊടുക്കുന്ന ആദ്യ അധ്യാപകർ, വഴികാട്ടി ആരാണ്? മാതാപിതാക്കളാണ്. ഒരു ശിശുവിനെ ശാസ്ത്രീയമായി എപ്രകാരം സഹായിക്കാം, വളർത്താം എന്നുള്ള ധാരണ മാതാപിതാക്കൾക്ക് വേണമെന്നാണ് പറയുന്നത്. ഓക്കെ, എങ്ങനെ നമുക്ക് ഒരു കുഞ്ഞിനെ നമ്മൾ വളർത്തുന്നു എന്നതിലുപരി എങ്ങനെ ശാസ്ത്രീയമായി വളർത്താം. നമുക്കറിയാം പ്രീ പ്രൈമറി കാലഘട്ടത്തിൽ ഈ ഒരു ശൈശവ കാലഘട്ടത്തിൽ പോഷകാഹാരം, എന്തിനാണ് പോഷകാഹാരം നൽകുന്നത് എന്ന് ചോദിച്ചാൽ അതിനെക്കുറിച്ച് ശാസ്ത്രീയമായ ഒരു അറിവ് വേണം. എങ്കിൽ മാത്രമേ മാതാപിതാക്കൾക്ക് ഗുഡ് പാരൻറ്റിങ് നടക്കുകയുള്ളൂ അല്ലേ. അപ്പോൾ കുട്ടിയുടെ ആദ്യ വിദ്യാലയവും ആദ്യ രക്ഷിതാക്കളും ആദ്യ അധ്യാപകരും ഒക്കെ മാതാപിതാക്കളാണ്. അപ്പോൾ ആ മാതാപിതാക്കൾക്ക് ശാസ്ത്രീയമായ ഒരു അറിവുണ്ടാവണം. എങ്ങനെയാണ് കുട്ടിയെ വളർത്തേണ്ടത്, എങ്ങനെയാണ് അവരുടെ വളർച്ചയെ സഹായിക്കേണ്ടത് എന്നുള്ള ഒരു ധാരണ മാതാപിതാക്കൾക്ക് ഉണ്ടാകണമെന്നാണ് ആദ്യ പോയിന്റിൽ പറയുന്നത്. ഇനി കുട്ടിയുടെ പ്രധാനപ്പെട്ട 2 അവകാശങ്ങൾ എന്ന് പറയാം. അവരുടെ റൈറ്റ്സ് ആണ് അതിജീവനവും സംരക്ഷണവും എന്ന് പറയുന്നത്. കുട്ടിയുടെ അവകാശത്തിൽ പെടുന്നതാണ് അവനെ സംരക്ഷിക്കപ്പെടുക എന്നുള്ളത് അല്ലേ. ഈ 2 ചുമതലകളും രക്ഷിതാക്കൾ നിർവഹിക്കണമെങ്കിൽ ഒരു എൻ്റെ കുഞ്ഞിനെ ഞാൻ സംരക്ഷിക്കണമെന്നുണ്ടെങ്കിൽ അവൻ അപകടങ്ങളിലേക്കോ രോഗങ്ങളിലേക്കോ പോകരുത്. ആ പോകാതിരിക്കാൻ എന്തൊക്കെ സേവനങ്ങളാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് എൻ്റെ ഭാഗത്തുനിന്ന് ചെയ്തു കൊടുക്കേണ്ടത് എന്ന തിരിച്ചറിവ് ഒരു രക്ഷിതാവിനുണ്ടാവണം. അതായത് ഞാനൊരു അമ്മയാണ്, ഞാനൊരു കുഞ്ഞിനെ പ്രസവിച്ചു എന്നതുകൊണ്ടല്ല, പകരം കുട്ടിയുടെ കടമകളെ, കുട്ടിയുടെ അവകാശങ്ങളെ നമ്മൾ പൂർണ്ണമായും സംരക്ഷിക്കണമെന്നുണ്ടെങ്കിൽ എനിക്കൊരറിവ് ഉണ്ടാവണം. എന്തിനെക്കുറിച്ച്? എൻ്റെ കുഞ്ഞ് രോഗങ്ങളിലേക്കോ അപകടങ്ങളിലേക്കോ പോകരുത്, ആ പോകാതിരിക്കാൻ എന്തൊക്കെ സേവനങ്ങളാണ് എന്നിൽ നിന്നും അവന് വേണ്ടത് എന്നുള്ള ഒരു തിരിച്ചറിവ് എനിക്കുണ്ടാവണം എന്നുള്ളതാണ് 2ാമത്തെ പോയിന്റായി പറയുന്നത്. ഇനി 3ാമത്തെയാണ് കുട്ടിയുടെ ശരിയായ വികാസം സാധ്യമാകണമെങ്കിൽ ശാരീരികവും മാനസികവും വൈകാരികവും ബുദ്ധിപരവുമായ വികാസ പ്രക്രിയകളെക്കുറിച്ച് മാതാപിതാക്കൾക്ക് സാമാന്യമായ ഒരു ധാരണ വേണം. നമുക്ക് അധ്യാപക വിദ്യാർത്ഥികളാണ് നമ്മൾ ഓരോരുത്തരും അല്ലെ, അധ്യാപകരാണ്. നമുക്ക് ശൈശവ കാലഘട്ടത്തിലും ബാല്യത്തിലും കൗമാരത്തിലുമൊക്കെ കുട്ടിക്കുണ്ടാവുന്ന ശാരീരികവും മാനസികവും ഭാഷാപരവും ബുദ്ധിപരവും സാൻമാർഗികപരവും സാമൂഹികപരവുമായ വികാസങ്ങളെക്കുറിച്ച് നമ്മൾ അധ്യാപക വിദ്യാർത്ഥികൾക്ക് അറിയാം. പക്ഷേ എല്ലാ പാരൻസിനും അത് പ്രോപ്പറായി അറിയണം എന്നുണ്ടോ? ഇല്ല. ആ സാമാന്യ ധാരണ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം.
അല്ലേ? അപ്പോൾ ആ ഒരു ധാരണ മാതാപിതാക്കളിൽ ഉണ്ടാവണം. കുട്ടികളിൽ ശാരീരികമായ ആവശ്യങ്ങൾ ഇതൊക്കെയാണ്, കുട്ടികളിലെ മാനസികം അല്ലെങ്കിൽ ബൗദ്ധികമായ വികാസമുണ്ടാകും, കുട്ടികളിൽ വൈകാരികമായ വികാസമുണ്ടാവും. ആ വൈകാരിക വികാസത്തിന് അവർക്ക് കൊടുക്കേണ്ട പിന്തുണകൾ ഇതെല്ലാമാണ് എന്നുള്ള ഒരു എന്തുണ്ടാവണം, കാഴ്ചപ്പാട് അല്ലെങ്കിൽ ഒരു സാമാന്യ ധാരണ മാതാപിതാക്കളിൽ ഉണ്ടാകണം എന്നാണ് പറയുന്നത്. പ്രീ സ്കൂൾ സ്ഥാപനങ്ങളുമായി നിരന്തരം സമ്പർക്കം പുലർത്തുകയും കുട്ടിയുടെ പുരോഗതിയും പ്രശ്നങ്ങളും തടസ്സങ്ങളും തിരിച്ചറിയാനുള്ള സാഹചര്യവും ഉണ്ടാവണമെന്ന് പറയുന്നു. അപ്പോൾ എന്താണ്, നമ്മൾ പ്രീ സ്കൂൾ സ്ഥാപനങ്ങളിൽ നമ്മുടെ കുട്ടികളെ വിടുമ്പോൾ വികസനം, അവരുടെ ശരിയായ വികസനം, അവനൊരു നല്ല ആരോഗ്യവാനായ അല്ലെങ്കിൽ നല്ല നമുക്കൊരു ആത്മസംതൃപ്തി ജനിക്കുന്ന ഒരു കുട്ടിയാവണം, അല്ലേ? നമ്മുടെ കുട്ടിയാവണം എന്നുള്ളതാണ് എല്ലാ മാതാപിതാക്കളുടെയും ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ അവൻ്റെ വികാസ പ്രശ്നങ്ങളെയും അവൻ്റെ വികാസ തടസ്സങ്ങളെയും ഒക്കെ തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ മാതാപിതാക്കൾ എന്ത് ചെയ്യണം, നിരന്തരമായി പ്രീ സ്കൂളുമായി ഒരു സമ്പർക്കം ഉണ്ടെങ്കിൽ മാത്രമേ ഇത് മുന്നോട്ട് പോവുകയുള്ളൂ എന്നാണ് പറയുന്നത്. ഇനി 5ാമത്തെ പോയിന്റായി പറയുന്നു, ശിശു പരിചരിക്കപ്പെടുകയും പഠിക്കുകയും ചെയ്യുന്ന സ്ഥാപനത്തിൻ്റെ സാഹചര്യങ്ങളും പ്രവർത്തനങ്ങളും മാതാപിതാക്കൾ തിരിച്ചറിയണം, അല്ലേ? ആ സ്ഥാപനം എങ്ങനെയാണ് മക്കളെ ഫോക്കസ് ചെയ്യുന്നത്? നമ്മുടെ മക്കൾ മാത്രമല്ല, ഒരുപാട് കുഞ്ഞുങ്ങൾ പഠിക്കുന്ന ഒരു സ്ഥാപനമാണ്. അപ്പോൾ ആ സ്ഥാപനത്തിനെ കുറിച്ചുള്ളൊരു ധാരണ, എൻ്റെ മോൻ പഠിക്കുന്ന സ്ഥാപനം, എൻ്റെ മകൾ പഠിക്കുന്ന സ്ഥാപനം, ആ സ്ഥാപനത്തിലെ സാഹചര്യങ്ങൾ എന്നതാണ്, അതിലെ പ്രവർത്തനങ്ങൾ എന്നതാണ്, കുട്ടികൾക്ക് ഇന്ന മേഖലകളിൽ അവർ സഹായം കൊടുക്കുന്നുണ്ട് എന്നുള്ള തിരിച്ചറിവ് മാതാപിതാക്കൾക്ക് ഉണ്ടാവണം. സമപ്രായക്കാരായ ശിശുക്കളിൽ നിന്ന് വ്യത്യസ്തമായി കുട്ടികളുടെ പ്രശ്നങ്ങളും പരിമിതികളും തിരിച്ചറിയുന്നതിനും മറികടക്കുന്നതിനും മതിയായ സഹായവും ഇടപെടലുകളും ഏതൊക്കെയെന്ന് മനസ്സിലാക്കാൻ രക്ഷകർത്താക്കൾക്ക് അവസരം നൽകണം. അതായത് കുട്ടികളെല്ലാം വിഭിന്നരാണ്, അല്ലേ? വിഭിന്നരാണ് എന്ന് പറയാം, അല്ലേ? വിഭിന്നരാണ്. ഭിന്നശേഷിക്കാരായ കുട്ടികൾ ഉണ്ടാവാം, ഇതിൻ്റെ കൂട്ടത്തിൽ ഓട്ടിസം ബാധിച്ച കുട്ടികൾ ഉണ്ടാകാം, അല്ലെ? ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്സ്, CWSN, ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്സ് കാറ്റഗറി ഉണ്ടാവാം, അല്ലേ? അപ്പോൾ ആ കുട്ടികൾക്കൊക്കെ എന്തുണ്ടാവാം, പ്രശ്നങ്ങൾ ഉണ്ടാവാം. അപ്പം എല്ലാവരും സമാനരല്ല, ഇൻ്റലക്ച്വലി ആണെങ്കിലും ഫിസിക്കലി ആണെങ്കിലും ഒന്നും സമന്മാരല്ല. അപ്പം ഇവരുടെ പ്രശ്നങ്ങളെയും പരിമിതികളെയും ഒക്കെ മനസ്സിലാക്കാനും തിരിച്ചറിയാനും മുന്നോട്ട് കൊണ്ടുപോകാനും ഇടപഴകാനും ഒക്കെ സഹായിക്കാൻ രക്ഷകർത്താക്കൾക്ക് അവസരം ഒരുക്കണം അല്ലെങ്കിൽ അവസരം നൽകണം എന്നാണ് പറയുന്നത്. ഇനി രക്ഷകർത്താക്കളിൽ അശാസ്ത്രീയമായ കീഴ്വഴക്കങ്ങളോ അന്ധവിശ്വാസമല്ല തെറ്റായ വിശ്വാസങ്ങളൊക്കെ പുലർത്തുന്നുണ്ടെങ്കിൽ, ഇപ്പം ഞങ്ങളുടെ എന്തെങ്കിലും പാപം മൂലമാണ് ഞങ്ങൾക്ക് ഓട്ടിസമുള്ള ഒരു കുട്ടിയല്ല ഭിന്നശേഷിക്കാരനായ ഒരു കുട്ടി ഉണ്ടായത്, കുടുംബത്തിൻ്റെ എന്തെങ്കിലും മുജ്ജന്മ പാപമാണ്, അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാർ നമ്മൾ ഗ്രാമപ്രദേശങ്ങളിലേക്ക് പോകുമ്പോൾ കാണാനായിട്ട് സാധിക്കും, അല്ലേ? അത് ബോധ്യപ്പെട്ട് തിരുത്തേണ്ട ഉത്തരവാദിത്വം ഉണ്ട്. അപ്പോൾ ഈ പ്രീ സ്കൂളും രക്ഷകർത്താക്കളും ഒന്നിച്ചു നിന്നാൽ മാത്രമേ, അവരുടെ പരസ്പര സഹകരണത്തിലൂടെ മാത്രമേ എന്തുണ്ടാവാനായിട്ട് സാധിക്കുകയുള്ളൂ, ഈ കുട്ടികളുടെ ശൈശവ വികസനം സുഗമമായി നടക്കാനായി സാധിക്കുള്ളൂ. അതിനുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. 7 പോയിന്റായി നമ്മൾ പറഞ്ഞത് പ്രധാനമായിട്ടും രക്ഷിതാക്കളും പ്രീ സ്കൂളും ഒന്നിച്ചു നിൽക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചുള്ളതാണ് 7 പോയിന്റായിട്ട് നമ്മൾ കണ്ടുവച്ചിരിക്കുന്നത്. ഏകദേശം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അടുത്തത് രക്ഷാകർതൃ പങ്കാളിത്തം ഉറപ്പുവരുത്തുന്നതിനുള്ള വിവിധ ഉപാധികൾ. രക്ഷകർത്താക്കളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയുള്ള വിവിധ ഉപാധികൾ ഏതെല്ലാമാണെന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. 1, രക്ഷാകർതൃ വിദ്യാഭ്യാസം. ഓരോ പ്രായത്തിലുമുള്ള കുട്ടികളുടെ സവിശേഷതകളും ആവശ്യങ്ങളും ഒക്കെ എന്ത് ചെയ്യുക, ബോധ്യപ്പെടുത്തുക. നമുക്കറിയാം, രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം ഓരോ ശൈശവഘട്ടത്തിലും 0 മുതൽ 3 വയസ്സ് വരെയുള്ള ഇൻഫാൻസി ഘട്ടം, 3 മുതൽ 6 വയസ്സ് വരെയുള്ള ആദ്യകാല ബാല്യം, 6 വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ള പിൽക്കാല ബാല്യം, ഇതിനെക്കുറിച്ച് വ്യക്തമായൊരു ഐഡിയ ഉണ്ടാവണം എന്നില്ല. അപ്പോൾ ഓരോ പ്രായത്തിലുമുള്ള കുട്ടികളുടെ സവിശേഷതകൾ എന്തെല്ലാമാണ്, അവരെന്തൊക്കെ ആവശ്യങ്ങളാണ് അവർക്കുണ്ടാവുക, ഡെവലപ്മെൻ്റൽ നീഡ്സ് എന്തെല്ലാമാണ് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് മാതാപിതാക്കളെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് എന്ത് ചെയ്യേണ്ടത്. പ്രീ സ്കൂൾ സ്ഥാപനങ്ങളിലൂടെ മാതാപിതാക്കൾക്ക് ചെയ്തു കൊടുക്കാനുള്ളത് രക്ഷാകർതൃ വിദ്യാഭ്യാസം
ഓക്കെ. അപ്പോൾ അതിലൂടെ എന്താണ്, ആ ഒരു ബോധനത്തിലൂടെ അല്ലെങ്കിൽ ആ ഒരു വിദ്യാഭ്യാസത്തിലൂടെ എന്താണ് തൻ്റെ കുട്ടി, ഏത് ഘട്ടത്തിലൂടെയാണ് തൻ്റെ കുട്ടികൾ കടന്നു പോകുന്നത്, എന്തൊക്കെ സവിശേഷതകളാണ് ഈ ഒരു കാലഘട്ടത്തിൽ തൻ്റെ കുട്ടിക്കുള്ളത്, അല്ലെങ്കിൽ എന്തൊക്കെ പ്രത്യേകതകളാണുള്ളത്, എന്തൊക്കെ ആവശ്യങ്ങളാണ് അവനുള്ളത് എന്നുള്ളൊരു ബോധ്യപ്പെടുത്താനായിട്ട് പ്രീ സ്കൂൾ സ്ഥാപനങ്ങൾ വഴി സാധിക്കുമെന്നാണ് പറയുന്നത്. അടുത്തത് അധ്യാപക രക്ഷാകർതൃ സമിതി പ്രവർത്തനം. അധ്യാപക രക്ഷകർതൃ യോഗങ്ങളിൽ പങ്കെടുക്കുകയും സ്വന്തം അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും ഒപ്പം കുട്ടിയുടെയും സ്ഥാപനത്തിൻ്റെയും പുരോഗതിക്ക് വേണ്ടിയുള്ള സേവനങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. അപ്പം എന്താണ് അധ്യാപക രക്ഷകർതൃ യോഗങ്ങളിൽ പങ്കെടുക്കുക? നമ്മുടെ കുഞ്ഞൊരു സ്ഥാപനത്തിൽ പഠിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും സ്ഥാപനത്തിൻ്റെ ഡെവലപ്മെൻറ്റ് നമ്മൾ ആഗ്രഹിക്കും അല്ലേ? അപ്പോൾ എന്ത് ചെയ്യുക? അതിനു വേണ്ടിയുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക, സ്ഥാപനത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടിയുള്ള സേവനങ്ങൾ ഏറ്റെടുക്കുക. ഇങ്ങനെ അധ്യാപകരും, അതായത് രക്ഷകർത്താക്കളും അധ്യാപകരും തമ്മിലുള്ള ഒരു നിരന്തര സമ്പർക്കം ഉണ്ടാവണം എന്നുള്ളതാണ് പറയുന്നത്. അടുത്ത പേരൻ്റ് റിസോഴ്സ് ഗ്രൂപ്പ്. അധ്യാപനത്തെ സഹായിക്കാൻ, പ്രാദേശിക പഠനോപാധികൾ രൂപപ്പെടുത്താൻ, കലാകായിക പ്രവർത്തനങ്ങൾക്ക് സഹായം നൽകാൻ, അതായത് എന്താണ്, ഒരുപാട് കഴിവുകളുള്ളവർ, ഒരുപാട് വൈദഗ്ധ്യമുള്ളവർ, തങ്ങളുടെ വിഭവശേഷി, അതായത് അവർക്കുണ്ടാവുന്ന ഒരുപാട് കഴിവുള്ള, ഇതിനകത്ത് അഡ്വക്കേറ്റുമാരുണ്ടാവാം, ടീച്ചർമാരുണ്ടാവാം പേരൻസ് ആയിട്ട്, പിന്നെ എന്താണ് MLA മാരുണ്ടാവാം, ഇങ്ങനെ ഒരുപാട് യോഗ്യതയുള്ള മാതാപിതാക്കളും ഒപ്പം ഉണ്ടാവും. അപ്പം അങ്ങനെയുള്ളവർ അവരുടെ വിഭവശേഷിയും കൂടി എന്ത് ചെയ്യുക, വാഗ്ദാനം ചെയ്യുന്ന വഴി തൻ്റെ കുഞ്ഞ് പഠിക്കുന്ന സ്കൂളിലെ പ്രവർത്തനങ്ങളെ മെച്ചപ്പെടുത്താനായിട്ട് സഹായിക്കുക. അപ്പം തൻ്റെ ഭാഗം കൂടിയാണ് ആ സ്കൂള്, തൻ്റെ കുട്ടി പഠിക്കുന്ന സ്കൂള് തൻ്റെ ഭാഗം കൂടിയാണ് എന്നുള്ളൊരു ഒരു 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 ചിന്ത വരുമ്പോൾ സ്വാഭാവികമായിട്ടും സേവനങ്ങൾ അങ്ങോട്ട് കൊടുക്കാനും അവിടുത്തെ കുട്ടികളുടെ ശേഷിയെ മെച്ചപ്പെടുത്താനും ഓരോ രക്ഷിതാക്കൾക്കും സാധിക്കുമെന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഇനി അടുത്താണ് സഹരക്ഷാകർതൃ ആശയവിനിമയങ്ങൾ. നമ്മൾ പൊതുവേ സ്കൂളിലൊക്കെ പോകുമ്പോൾ, ഇപ്പം എൻ്റെ മോൻ 5ലാണ് പഠിക്കുന്നത്, അപ്പം ഒരു പാരൻസ് മീറ്റിങ്ങിന് പോയാൽ ആ ക്ലാസ്സിലെ വേറെ ഏതെങ്കിലും ഒരു പാരൻറ്റിൻ്റെ നമ്പർ വാങ്ങിച്ച് നോട്ട്സ് മറ്റു കാര്യങ്ങളുമൊക്കെ ഷെയർ ചെയ്യുക. നമ്മൾ ഈവനിങ് മകൻ സ്കൂളിൽ പോകാത്ത ദിവസം കൂട്ടുകാരൻ്റെ അമ്മയെ വിളിച്ച് എന്തൊക്കെയാണെന്ന് പഠിപ്പിച്ചത്, എന്തൊക്കെ പുതിയ വിശേഷങ്ങളാണുള്ളത് എന്നുള്ള കാര്യങ്ങൾ ചോദിച്ചറിയാറുണ്ട് അല്ലേ? അപ്പോൾ ഓരോ കുട്ടിയുടെയും വികാസ മേഖലകളും വികാസ പ്രശ്നങ്ങളും വിഭിന്നമാണെന്നറിയാം, വ്യത്യസ്തമാണ് അല്ലേ? അപ്പം അത് ഏകമാത്രമായിട്ടൊരു പരിഹാരം അതിനുണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കില്ല. അവിടെ അവരുടെ പ്രശ്നങ്ങളുടെ പരിഹാരം ഏകമാത്രമല്ല. എന്ന് വെച്ചാൽ നമുക്ക് ഒറ്റപ്പെട്ട ഐസൊലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ഒറ്റപ്പെട്ടൊരു പരിഹാരം ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കില്ല. എൻ്റെ മോൻ എഴുതാറില്ല, അവന് വളരെ സ്ലോലി റൈറ്ററാണ്. എന്നാൽ ഡിസ്ഗ്രാഫിയ ഉണ്ടോ? ഇല്ല. പക്ഷെ അവന് 3ാം ക്ലാസ്സിൽ അല്ലെ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുടെ ഒരു സ്ലോലിയാണ് എഴുതുന്നത്. എന്തിനതിന് പരിഹാരം ഉണ്ടാക്കാം എന്ന് പറയുമ്പോൾ അധ്യാപകൻ പറയുന്നു കൂടുതൽ എഴുതിക്കുക, അവനെ അതിലേക്ക് അറ്റാച്ച് ചെയ്യുക. പക്ഷേ വേറൊരു പാരൻറ്റുമായിട്ട് സംസാരിക്കുമ്പോൾ എങ്ങനെ ആ എഴുത്തിൽ നിന്നും കുട്ടീനെ കുറച്ചുകൂടെ ഒന്ന് ആക്റ്റീവ് ആക്കാം എന്നുള്ളത് സഹരക്ഷകർത്താവുമായിട്ടുള്ള സംസാരത്തിലൂടെ മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ എന്താണ്, സമാന പ്രശ്നങ്ങളുള്ള രക്ഷിതാക്കളുമായിട്ട് സംസാരിക്കുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനായിട്ട് സാധിക്കുമെന്നുള്ളതാണ് പറയുന്നതാണ് സഹരക്ഷാകർതൃ ആശയവിനിമയങ്ങൾ എന്ന് പറയുന്നത്. അടുത്താണ് കുടുംബ ചർച്ച, അതായത് ഓപ്പൺ ഹൗസ് ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. കുട്ടികളുടെ പ്രശ്നങ്ങളും പ്രത്യേകതകളും പരിഹാരങ്ങളും പരസ്പരം ചർച്ച ചെയ്യുന്നതിനുള്ള ഒരു തുറന്ന സദസ്സാണ് ഓപ്പൺ ഹൗസ്. നമുക്കറിയാം, ഇപ്പം പൊതുവെ ഉപയോഗിക്കുന്നത് ഒരു ഓപ്പൺ ഹൗസ് എന്നുള്ള പദമാണ് എല്ലാ സ്കൂളുകളിലും പാരൻസ് മീറ്റിങ്ങിന് ഉപയോഗിക്കുന്നത് അല്ലേ? അപ്പോൾ രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും പരസ്പരം മുഖത്തോട് മുഖം ചേർന്നിരുന്ന് കുട്ടിയുടെ പുരോഗതിയെ വിശകലനം ചെയ്യാനും അതുപോലെ തന്നെ രക്ഷാകർതൃ പങ്കാളിത്തത്തെക്കുറിച്ച് അധ്യാപകർക്ക് സജസ്റ്റ് ചെയ്യാനും അവരെ നിർദ്ദേശിക്കാനും ഒക്കെ സാധിക്കുന്ന ഒരു വേദിയായിട്ട് നമുക്ക് എന്തിനെ കാണാം, ഈ ഓപ്പൺ ഹൗസിനെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ പോയിന്റുകളൊന്ന് ഓർത്ത് വെച്ചോണം ഏതൊക്കെയാണെന്ന്. ഒന്ന്, രക്ഷകർത്താക്കളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്താൻ രക്ഷാകർതൃ വിദ്യാഭ്യാസമുണ്ട്, അധ്യാപക രക്ഷാകർതൃ സമിതി പ്രവർത്തനങ്ങളുണ്ട്, പാരൻ്റ് റിസോഴ്സ് ഗ്രൂപ്പുണ്ട്, പിന്നെ സഹരക്ഷാകർതൃ ആശയവിനിമയങ്ങൾ, കുട്ടികളുടെ പ്രശ്നങ്ങളും പരിഹാരങ്ങളും ചർച്ച ചെയ്യുന്നതിനുള്ള ഓപ്പൺ ഹൗസ് അഥവാ കുടുംബ ചർച്ച. ഇനി
ഇതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ, രക്ഷാകർതൃ പങ്കാളിത്തം ഉറപ്പുവരുത്താൻ വേണ്ടി എന്ത് ചെയ്യാം? ഭവന സന്ദർശനങ്ങളും കുട്ടികളുടെ സർവേയും അപകടവും സന്ദേശ വ്യാപനവും ഒക്കെ നൽകാനായിട്ട് സാധിക്കും അല്ലേ. ഇപ്പം രക്ഷാകർതൃ പങ്കാളിത്തം എന്ന് പറഞ്ഞാൽ ഈ പാരൻസ് ഗ്രൂപ്പിലെ PTA മീറ്റിങ്ങുകളിലെ ആൾക്കാർക്ക് സ്കൂളിലെ മറ്റുള്ള കുട്ടികളുടെ വീട് സന്ദർശിക്കാനും അവർക്ക് സന്ദേശ വ്യാപനം, ഒരു ഗൈഡൻസ് നൽകാനും ഒക്കെ ആയിട്ട് സാധിക്കുമെന്ന് പറയുന്നു. വളർച്ചാ നിരീക്ഷണവും പഠന പുരോഗതിയും അമ്മമാരുമായി പങ്കുവയ്ക്കൽ, ചർച്ച. അതായത് ഒരു കുട്ടിയുടെ വളർച്ച, ഒരു കുട്ടിയുടെ പഠന പുരോഗതി. വളർച്ച എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഗ്രോത്ത്, ഒരു കാലഘട്ടത്തിൽ, അതായത് മച്ചുറേഷൻ വരെ, പരിപക്വത വരെ തുടർന്നുകൊണ്ടിരിക്കുന്നു. ശൈശവം മുതൽ, അമ്മയുടെ വയറ്റിലാവുന്ന സമയം മുതൽ മച്ചുറേഷൻ വരെ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ് വളർച്ച. പരിപക്വനം വരെ ഉണ്ട്, പരിപക്വനത്തോടുകൂടി അവസാനിക്കുന്ന ഒന്നാണ് വളർച്ച അല്ലേ. അപ്പോൾ ഈ ശൈശവഘട്ടത്തിലൊക്കെ മാതാപിതാക്കൾക്കും രക്ഷിതാക്കളെ സംബന്ധിച്ച് കുട്ടികളുടെ വളർച്ചയിൽ ഒരുപാട് സഹായങ്ങൾ ചെയ്തു കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ വളർച്ച നിരീക്ഷിക്കുകയും പഠന പുരോഗതി നിരീക്ഷിക്കുകയും അവയെക്കുറിച്ച് അവലോകനങ്ങൾ അല്ലെങ്കിൽ ആശങ്കകൾ അല്ലെങ്കിൽ മറ്റുള്ള നിർദ്ദേശങ്ങൾ അമ്മമാരുമായി പങ്കുവയ്ക്കാനായിട്ടുള്ള ചർച്ചകളൊക്കെ സഹായിക്കും. മദർ PTA വഴി എന്താണ്? രക്ഷാകർതൃ പങ്കാളിത്തം ഉറപ്പാക്കാം. മദർ PTA വഴി എന്താണ്? കുട്ടികളുടെ ആകുലതകളും അവരുടെ വികാസ പ്രശ്നങ്ങളും വളർച്ചാ പ്രശ്നങ്ങളെയും തടസ്സങ്ങളെയും ഒക്കെ മനസ്സിലാക്കി പരിഹാരം കണ്ടെത്താനായിട്ട് ഒരു പരിധിവരെ അധ്യാപകനും മാതാപിതാക്കൾക്കും സഹായിക്കുന്നു എന്ന് പറയുന്നു. ഉല്ലാസയാത്രകൾ, പ്രകൃതി പഠന യാത്രകളൊക്കെ നടത്തുന്നത് വഴി, PTA മീറ്റിങ്ങുകൾ നടത്തുന്നത് വഴി, രക്ഷാകർതൃ ശാക്തീകരണ ക്ലാസ്സുകൾ, അതായത് ശിശു പരിചരണ വിദ്യാഭ്യാസത്തെക്കുറിച്ച് അവർക്കൊരു അറിവ് കൊടുക്കുന്നത് വഴി, ഗുഡ് പാരൻറ്റിങ് എങ്ങനെയെന്ന് ഈ പ്രീ പ്രൈമറി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വഴി മാതാപിതാക്കൾക്ക് ക്ലാസ് കൊടുക്കുന്നത് വഴി, ശിശുക്കൾക്കുള്ള ആരോഗ്യ പരിശോധന ഇപ്പോൾ സ്കൂളുകളിലുണ്ടല്ലേ, അത് നടത്തുക വഴി, രക്ഷാകർതൃ കൗൺസിലിംഗ് നടത്തുക വഴി, പോഷണ ആരോഗ്യ ക്ലാസ്സുകൾ. ഇതിലൂടെയൊക്കെ എന്താണ്? രക്ഷാകർതൃ പങ്കാളിത്തം ഉറപ്പുവരുത്താനായിട്ട് ഈ പ്രവർത്തനങ്ങളെല്ലാം സഹായിക്കുമെന്നാണ് പറയുന്നത്. ഏതാണ്? ഭവന സന്ദർശനം, കുട്ടികളുടെ സർവേ, സന്ദേശ വ്യാപനം, വളർച്ചാ നിരീക്ഷണവും പഠന പുരോഗതിയും അമ്മമാരുമായി പങ്കുവയ്ക്കൽ, മദർ PTA, ഉല്ലാസ യാത്രകൾ, പ്രകൃതി പഠന യാത്രകൾ, PTA മീറ്റിങ്ങുകൾ, രക്ഷാകർതൃ ശാക്തീകരണ ക്ലാസ്സുകൾ, ശിശുക്കളുടെ ആരോഗ്യ പരിശോധന, രക്ഷാകർതൃ കൗൺസിലിംഗ്, പോഷണ ആരോഗ്യ ക്ലാസ്സുകൾ. ഇവയിലൂടെയെല്ലാം രക്ഷാകർതൃ പങ്കാളിത്തം ഉറപ്പുവരുത്തുന്ന പ്രവർത്തനങ്ങളാണ് ഈ പറഞ്ഞ 9 എണ്ണം. ഒന്ന് നോക്കി വയ്ക്കുക കേട്ടോ, കാണാതെ പഠിക്കേണ്ട, എന്നാലും ഒന്ന് നോക്കി വയ്ക്കാനായിട്ട് ശ്രമിക്കുക. ഇനി രക്ഷാകർതൃ ബോധനം. നമുക്കറിയാം എന്തിനാണ് ഒരു പാരൻറ്റിങ് ക്ലാസ് കൊടുക്കുന്നത്? എന്തിനാണ്? നമ്മളെല്ലാവരും മാതാപിതാക്കളാണ്, ശരിയല്ലേ? എന്തിനാണ് ഒരു പാരൻറ്റിങ് ക്ലാസ് എന്ന് ചോദിച്ചാൽ, പോഷണം, ആരോഗ്യം, സംരക്ഷണം, സുരക്ഷിതത്വം, ലാളനം, ശുചിത്വം, ദിനചര്യകളാണ് കേട്ടോ. ദിനചര്യകൾ, പെരുമാറ്റം, മൂല്യബോധം, വികസന പ്രചോദന പ്രവർത്തനങ്ങൾ തുടങ്ങി കുട്ടിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ ഘടകങ്ങളും ഉൾക്കൊള്ളുന്നതും മാതാപിതാക്കൾ ഏറ്റെടുക്കേണ്ടതുമായ പരിപാലന രീതികളാണ് ഈ രക്ഷാകർതൃത്വ ബോധനം കൊണ്ട്. അതായത് ഈ പറഞ്ഞ സംഗതികളെ, പോഷണം, കുട്ടിയുടെ ആരോഗ്യം, കുട്ടിയുടെ സംരക്ഷണം, സുരക്ഷിതത്വം, ലാളനം, ശുചിത്വം, ദിനചര്യകൾ, കുട്ടിക്കുണ്ടാകുന്ന പെരുമാറ്റ രീതികൾ, മൂല്യബോധം, വികസന പ്രചോദന പ്രവർത്തനങ്ങൾ, ഇങ്ങനെ ഒരു ശിശുവിന് ശൈശവകാലം മുതലേ ആർജിച്ചു വരേണ്ട പല കാര്യങ്ങളെക്കുറിച്ചും അധ്യാപകരായ നമുക്ക് പോലും ചിലപ്പോൾ അറിഞ്ഞെന്ന് വരില്ല. നമുക്ക് പഠിക്കാനുള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം, നമ്മുടെ മനസ്സിലതുണ്ട് അല്ലേ. പക്ഷെ എന്നാൽ പോലും ഒരു പാരൻ്റ് എന്ന നിലയിൽ നമ്മളത് ചെയ്യാത്തവരുണ്ടാവാം, അല്ലെങ്കിൽ നമുക്ക് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായെന്ന് വരില്ല. അതിനുള്ള ഉപാധിയാണ് ഈ രക്ഷാകർതൃ ബോധനം. അതായത് പാരൻസിന് ഈ പറഞ്ഞ വസ്തുതകളിലുള്ള ഒരു അവയർനെസ് കിട്ടുന്നതിലൂടെ എന്താണ്, മാതാപിതാക്കളല്ല പാരൻസ് ഏറ്റെടുക്കേണ്ട പരിപാലന രീതികളെക്കുറിച്ച് മനസ്സിലാക്കാനായിട്ടാണ് രക്ഷാകർതൃ ബോധനം എന്നതുകൊണ്ട് സഹായിക്കുന്നത്. ജനിതകപരമായ പ്രത്യേകതകൾക്കൊപ്പം തന്നെ കുട്ടിയുടെ ദൈനംദിന വികാസത്തെയും രക്ഷാകർതൃത്വം സ്വാധീനിക്കുന്നു. അതായത് കുട്ടി ജനിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇനേറ്റായിട്ട്, അതായത് ജന്മന കുട്ടിയുടെ കൂടെ വരുന്ന സവിശേഷതകളാണ് ജനിതകപരമായ സവിശേഷതകൾ എന്ന് പറയുന്നത്. ഓക്കെ, അതിനോടൊപ്പം തന്നെ ദൈനംദിന വികാസത്തിലും, അതായത് കുട്ടി റോൾ മോഡൽ ആക്കുന്നത് അച്ഛനെയും അമ്മയെയുമാണ്. അവരെങ്ങനെയാണോ പെരുമാറുന്നത് അതനുസരിച്ചാണ് കുട്ടി പെരുമാറുന്നത്. അവരെങ്ങനെയാണോ ഭക്ഷണം കഴിക്കുന്നത് അത് അനുകരിച്ചാണ് കുട്ടി. കാരണം ആൽബർട്ട് ബന്ദൂരിയൊക്കെ തൻ്റെ സിദ്ധാന്തത്തിൽ പറയുന്നുണ്ട്, കുട്ടി അനുകരണവാസനയുള്ളവനാണ്.
അനുകരണ വാസനയിലൂടെയാണ് അവനിൽ സാമൂഹിക വികാസം സാധ്യമാക്കുന്നത് എന്ന് സമർത്ഥിച്ച മനഃശാസ്ത്രജ്ഞനാണ് ആൽബർട്ട് ബെന്തൂര, അല്ലേ? അപ്പം പറയുന്നത് ദൈനംദിന വികാസത്തെയും ഈ പാരന്റിങ് സ്വാധീനിക്കുന്നുണ്ട്. രക്ഷകർത്താക്കളുടെ പരിധിയിൽ അച്ഛനുണ്ട്, അമ്മയുണ്ട്, ബന്ധുക്കളുണ്ട്, അയൽക്കാരുണ്ട്, സമൂഹമുണ്ട്. അതായത് കുട്ടിക്ക് സേവനം നൽകുന്നവരെല്ലാം രക്ഷാകർതൃ പരിധിയിൽ വരുന്നവരാണ്. ഓക്കെ, അങ്ങനെ കുട്ടിയുടെ വളർച്ചയ്ക്ക് മാർഗദർശനവും പ്രചോദനവും നൽകാൻ കഴിയണമെങ്കിൽ അവരുടെ ശാരീരിക ആവശ്യങ്ങൾക്കൊപ്പം മാനസിക ആവശ്യങ്ങളും പരിഗണിക്കപ്പെടണമെന്നാണ് പറയുന്നത്. കുട്ടിക്ക് ശാരീരികമായ ആവശ്യങ്ങൾ, പോഷകാഹാരം, അതുപോലെ അവർക്ക് സേവനം നൽകിയാൽ മാത്രം പോരാ, അവരുടെ മാനസിക ആവശ്യങ്ങളെ കൂടെ കണ്ടറിഞ്ഞ് പരിശോധിച്ചാൽ മാത്രമേ, അല്ലെ പരിഗണിച്ചാൽ മാത്രമേ, അല്ലെ പ്രചോദനം നൽകിയാൽ മാത്രമേ എന്തുള്ളൂ, അവരുടെ വളർച്ചയും വികാസവും ശരിയായ രീതിയിൽ നടക്കുകയുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ശിശുവിൻ്റെ മാനസിക ആവശ്യങ്ങൾ എന്തെല്ലാമാണ്? വാത്സല്യം, അംഗീകാരം, വിജയം, സുരക്ഷിതത്വം എന്നിവയാണ് ശിശുവിൻ്റെ മാനസിക ആവശ്യങ്ങളിൽ പ്രധാനമെന്ന് പറയുന്നത്. ഇനി കുടുംബ അന്തരീക്ഷം എങ്ങനെയുള്ളതാവണം? ശിശു വികാസത്തിന് അവൻ്റെ കുടുംബ അന്തരീക്ഷം എങ്ങനെയുള്ളതാവണം? കുടുംബ സന്തോഷവും യോജിപ്പും വേണം, പരസ്പര ബഹുമാനം വേണം, സത്യസന്ധതയും സുതാര്യതയും വേണം, നിബന്ധനകൾക്ക് അതീതമായ, അതായത് നിബന്ധനകൾ വെച്ചുകൊണ്ടുള്ള സ്നേഹവും താല്പര്യവുമല്ല, നിബന്ധനകൾക്ക് അതീതമായ സ്നേഹവും താല്പര്യവും ഉണ്ടാവണം, ക്ഷമാശീലം ഉണ്ടാവണം, അതുപോലെ തന്നെ സമയം കണ്ടെത്തണം. കുടുംബാംഗങ്ങൾ പരസ്പരം ചർച്ച ചെയ്യാനും സംസാരിക്കാനും ഒക്കെയുള്ള എന്തുണ്ടാവണം? ഒരു സമയം കണ്ടെത്തണം എന്നാണ് പറയുന്നത്. ഇനി രക്ഷാകർതൃ പരിശീലനത്തിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? കുട്ടിയുടെ വികസന ആവശ്യങ്ങളും പ്രകൃതവും തിരിച്ചറിയുക, പ്രീ സ്കൂളുകളിലും വീടുകളിലും ഉറപ്പുവരുത്തേണ്ട അന്തരീക്ഷത്തെക്കുറിച്ചുള്ള ഒരു ധാരണ രൂപീകരിക്കുക. ഓക്കെ, അപ്പം കുട്ടിയുടെ വികസന ആവശ്യങ്ങൾ എന്തെല്ലാമാണ്, ആ പ്രകൃതം എന്താണ്, കാര്യങ്ങളെക്കുറിച്ചൊക്കെ രക്ഷാകർതൃ പരിശീലനത്തിൽ ഒരു അവയർനെസ് കൊടുക്കണം. വിദ്യാലയത്തിലും സ്കൂളുകളിലും ഉറപ്പുവരുത്തേണ്ട അന്തരീക്ഷത്തെക്കുറിച്ചൊരു ധാരണ രൂപീകരിക്കണം. പ്രീ സ്കൂൾ പ്രവർത്തനങ്ങൾ, ശിശു മനഃശാസ്ത്രം എന്നിവ സംബന്ധിച്ചൊരു ധാരണ രൂപപ്പെടുത്തിയെടുക്കണം. ആഹാരം, ആരോഗ്യം, ശുചിത്വശീലങ്ങൾ പാലിക്കാനും സാമൂഹീകരണം സാധ്യമാക്കുന്നതിനുള്ള തന്ത്രങ്ങൾ. കുട്ടിയുടെ ആദ്യ സാമൂഹികവത്കരണ സഹായി ആരാണെന്ന് ചോദിച്ചാൽ എന്തെന്ന് പറയാം? അമ്മയാണെന്ന് പറയാം. ആദ്യ സാമൂഹ്യവത്കരണ സഹായി അമ്മയാണ്. ആദ്യത്തെ സമൂഹം കുടുംബമാണ്. അനിവാര്യമായ പിന്തുണ സംബന്ധിച്ച കാര്യങ്ങളിൽ തെളിച്ചമുണ്ടാവുക. അതായത് കുട്ടിക്ക് ഏതൊക്കെ കാര്യങ്ങളിലാണോ പിന്തുണ വേണ്ടത്, അനിവാര്യമായത്, അത് മാതാപിതാക്കൾക്ക് അറിയണം. ബാല അവകാശങ്ങളെക്കുറിച്ചും നിലനിൽക്കുന്ന നിയമവ്യവസ്ഥ സംവിധാനങ്ങളെക്കുറിച്ചൊക്കെ ഒരു ധാരണ ഉണ്ടാവണം. അതായത് നമുക്കറിയാം പുതിയ നിയമങ്ങൾ, അവരുടെ അവകാശങ്ങളും അവരുടെ സംരക്ഷണവും സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്, അല്ലേ? ആ സംവിധാനങ്ങളെക്കുറിച്ചൊരു കോൺസെപ്റ്റ്, ഒരു ധാരണ മാതാപിതാക്കൾക്ക് വളർത്തി കൊടുക്കണം, അല്ലെ പരിശീലനങ്ങളിലൂടെ അവർക്ക് കൊടുക്കണമെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് പ്രധാനപ്പെട്ട കാര്യങ്ങളെന്ന് പറയുന്നത്. അതുപോലെ 1-2 പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട്. അതായത് വെല്ലുവിളി നേരിടുന്ന കുട്ടികൾക്ക് പരിഗണന സംബന്ധിച്ച കാര്യങ്ങളിൽ വ്യക്തം. അപ്പോൾ വെല്ലുവിളി നേരിടുന്ന കുട്ടികൾക്ക് ഈ 7th പോയിന്റ് ആയിട്ട് എഴുതി വയ്ക്കുക. വെല്ലുവിളി നേരിടുന്ന കുട്ടികളുടെ പരിഗണന, വെല്ലുവിളി നേരിടുന്ന കുട്ടികൾക്കുള്ള പരിഗണന എന്തെല്ലാം പരിഗണനയാണ്? ഈ CW, വെല്ലുവിളി നേരിടുന്നതെന്ന് വെച്ചാൽ ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്സ് ആണ്. ഓക്കെ, CWSN എന്നാണ് അറിയപ്പെടുന്നത്. ഈ കുട്ടികൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ്, എന്തൊക്കെ റൈറ്റ്സ് ആണുള്ളത്, ഇവർക്ക് എന്തൊക്കെ സംരക്ഷണമാണ് നൽകേണ്ടത് എന്നീ കാര്യങ്ങൾക്കുള്ള പരിഗണന നൽകുക. കുട്ടിയെ നിരന്തരമായി വിലയിരുത്തുന്നതിലൂടെയും ഫീഡ്ബാക്ക് നൽകുന്നതിലൂടെയും രക്ഷിതാവ് എന്ന നിലയിൽ തൻ്റെ റോൾ തിരിച്ചറിയുക. അതായത് എന്താണ്, ഇപ്പോഴത്തെ ഒരു സിസ്റ്റം അനുസരിച്ച് കുട്ടിയെ സ്കൂളുകാർ നിരന്തരമായി കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് എന്നാണ് പറയുന്നത്. അതായത് കുട്ടിയുടെ എല്ലാ രീതിയിലുമുള്ള വിലയിരുത്തലാണ് നടക്കുന്നത്, നിരന്തരവും സമഗ്രവുമായ വിലയിരുത്തൽ. അപ്പം നിരന്തര വിലയിരുത്തലിലൂടെ ഒരു പാരൻ്റ് എന്ന നിലയിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഒരു നിരന്തര വിലയിരുത്തലിലൂടെ ഞാൻ എന്താണ് ഒരു പാരൻ്റ് എന്ന നിലയിൽ, രക്ഷിതാവ് എന്ന നിലയിൽ റോൾ തിരിച്ചറിയുക, രക്ഷിതാവിൻ്റെ റോൾ തിരിച്ചറിയുക. നിരന്തര വിലയിരുത്തലും ഫീഡ്ബാക്കിലൂടെയും രക്ഷിതാവിൻ്റെ റോൾ എന്താണ്, ഞാൻ എന്താണ് കുട്ടിക്ക് സഹായമായി ചെയ്യേണ്ടത് എന്നുള്ളത് അറിയുക. അടുത്തത്
ഒരു റോൾ മോഡൽ, ഞാനൊരു മദറാണ്, ഞാനൊരു റോൾ മോഡൽ, എൻ്റെ കുട്ടികൾക്ക് ഞാനൊരു റോൾ മോഡലായി മാറേണ്ടതിൻ്റെ ആവശ്യകത എന്താണ്? ഒരു രക്ഷിതാവ് ഉടൻ എഴുതണേ. അല്ല നോട്ടുണ്ട് കേട്ടോ, പ്രീ പ്രൈമറി വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ആ ബുക്കിൽ ടെക്സ്റ്റിൽ PDF നിങ്ങൾക്ക് എല്ലാവരുടെയും കയ്യിലുണ്ടാകും, അതിൽ നോട്ടുണ്ട്. രക്ഷിതാവ് റോൾ മോഡൽ ആവേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചുള്ള ഒരു തിരിച്ചറിവ്, ആവശ്യകതയെക്കുറിച്ചൊരു തിരിച്ചറിവ് ഉണ്ടാവണമെന്നാണ് പറയുന്നത്. അപ്പം ഇത് ഒന്ന് ചുരുക്കി പറയുകയാണെങ്കിൽ ഇത്രയുമാണ് പറയുന്നത്. കുട്ടിയുടെ മാനസിക ആവശ്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുക. മാനസിക ആവശ്യങ്ങൾ ഏതാ? വാത്സല്യം, അംഗീകാരം, വിജയം, സുരക്ഷിതത്വം. ശാരീരിക ആവശ്യങ്ങൾക്കൊപ്പം മാനസിക ആവശ്യങ്ങൾക്കുള്ള അംഗീകാരം കൊടുത്താൽ മാത്രമേ വിജയം സാധ്യമാവുകയുള്ളൂ എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി ശിശു വികാസത്തിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ശിശു വികസനം എന്ന് പറയുന്നത് ശാരീരികവും മാനസികവുമായിട്ടുള്ള രീതിയിലാണ്. അതിൽ പ്രീ പ്രൈമറി സ്ഥാപനങ്ങളുടെയും രക്ഷകർത്താക്കളുടെയും ഒരുമിച്ചുള്ള പങ്കാളിത്തം അനിവാര്യമാണ് എന്ന് കാണാനായിട്ട് സാധിക്കും. ഇത്രയുമാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിച്ചത് പ്രധാനമായിട്ടും. അപ്പോൾ ഒരു രക്ഷകർത്താക്കൾക്ക് പ്രീ പ്രൈമറി സ്ഥാപനവുമായുള്ള കൊളാബറേഷനിലൂടെ അല്ലെ സഹവർത്തിത്വത്തിലൂടെ പഠിതാക്കളുടെ ഉന്നമതി അല്ലെ ശിശുക്കളുടെ ശൈശവത്തിൽ കുട്ടിയുടെ ഉന്നമതി, വികാസപരമായിട്ടും വളർച്ചാപരമായിട്ടുള്ള ഉന്നമതി എങ്ങനെ ഉണ്ടാക്കാം, അല്ലെ എങ്ങനെ വളർത്തിയെടുക്കാം, അല്ലെ എങ്ങനെ സേവനം നൽകാൻ സഹായിക്കും എന്നുള്ളതാണ്. രക്ഷിതാക്കളുടെ പങ്ക് എന്താണെന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മളിവിടെ കണ്ടു തീർത്തത്. ഇപ്പോൾ ശിശുക്കളുടെ മാനസികാവശ്യങ്ങൾ ഒരു ക്വസ്റ്റ്യനായി ചോദിക്കാം. കുട്ടിയുടെ ആദ്യ സമൂഹം, ആദ്യ പരിസ്ഥിതി, ആദ്യ വിദ്യാലയം, കുട്ടിയുടെ ആദ്യത്തെ അധ്യാപകർ ആണ്, അതുപോലെ കുട്ടിയുടെ പ്രീ സ്കൂൾ വിദ്യാഭ്യാസത്തിൽ രക്ഷകർത്തൃ ബോധനത്തിൽ പരിഗണന നൽകേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്, രക്ഷാകർത്തൃ പങ്കാളിത്തം ഉറപ്പാക്കാൻ താഴെ പറയുന്ന ഏതെല്ലാം കാര്യങ്ങൾ സഹായിക്കും, അങ്ങനെ പറഞ്ഞുകൊണ്ട് ചോദ്യം ചോദിക്കാം. അപ്പോൾ ഇതൊന്ന് വായിച്ചു നോക്കി, അതായത് മനസ്സിലാക്കി വായിച്ചാൽ മതി. കേട്ടതിന് ശേഷം പ്രധാനപ്പെട്ട രക്ഷാകർത്തൃ പങ്കാളിത്തം ഉറപ്പുവരുത്തുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ഒരൊറ്റ ലൈനിൽ, അതായത് ഭവന സന്ദർശനം, സന്ദേശ വ്യാപനം, ഗൈഡൻസ് കൊടുക്കുക, വളർച്ചാ നിരീക്ഷണവും പഠന പുരോഗതിയും മാതാപിതാക്കളുമായി പങ്കുവയ്ക്കുക, മദർ PTA, ഉല്ലാസയാത്ര, പഠനയാത്ര, ഇതൊക്കെ ഒന്ന് നോക്കി വയ്ക്കേണ്ടതാണ്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അധ്യാപനത്തെ പാരൻറ് റിസോഴ്സ് ഗ്രൂപ്പ് താഴെ പറയുന്ന ഏതെല്ലാം പ്രവർത്തനങ്ങളാണ്? അധ്യാപനത്തെ സഹായിക്കുക, പ്രാദേശിക പഠനോപാധികൾ രൂപപ്പെടുത്തുക, അതുപോലെ തന്നെ വിവിധ വിഭവശേഷി വാഗ്ദാനം ചെയ്യുക, ഇവയെല്ലാം ഇങ്ങനെ ചോദിച്ചുകൊണ്ട് ക്വസ്റ്റ്യൻ വരാം. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് വായിച്ചു നോക്കി എക്സാമിലേക്ക് കയറുന്നത് വളരെ ഉചിതമായിരിക്കും. ഓക്കെ ഡിയേഴ്സ്, അപ്പം നന്നായി പഠിക്കുക. താങ്ക് യു സോ മച്ച്. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ താഴെ കമൻറ്റായി ചോദിക്കുക. നമുക്ക് ഈ ഒരു യൂണിറ്റ് തീർത്തതിന് ശേഷം കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ കുറച്ചുകൂടെ ഒരു 1-2 യൂണിറ്റുകൾ ഒന്നിച്ചെടുത്തിട്ട് തീർക്കാം. അല്ല നിങ്ങൾക്ക് ഇനി കേട്ടു പോകാനുള്ള സമയം ഉണ്ടാവില്ല, 22 ദിവസമല്ലേ ഉള്ളൂ. അപ്പോൾ കുറച്ചുകൂടെ ഒരു പോയിന്റുകളെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് കുറച്ച് യൂണിറ്റ്, ഒരു 2-3 യൂണിറ്റുകൾ ഒരു ക്ലാസ്സിലാക്കി തരാം. ഓക്കെ ഡിയേഴ്സ്, അപ്പോൾ എന്തെങ്കിലും സജഷൻസോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഇടുക. നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഞാനൊരു ദിവസം ചെയ്തതേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അതിൻ്റെ എക്സ്പ്ലനേഷനും കൂടെ ആകുമ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടും. പിന്നെ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വായിച്ചതിൽ നിന്ന് മനസ്സിലായത് ഒരുപാട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഒന്ന് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. അതായത് ആ മേഖലകളിൽ ആ ക്വസ്റ്റ്യനെ വീണ്ടും വീണ്ടും ചോദിക്കാനുള്ള ഒരു ആവർത്തന ശൈലി അതിനകത്ത് കാണുന്നുണ്ട്. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കാത്തവർ ഒന്ന് നോക്കാം. നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് ഡിസ്കസ് ചെയ്യാം. നിങ്ങളുടെ കയ്യിലത് തീർച്ചയായിട്ടും അതിൻ്റെ മെറ്റീരിയൽ ഉണ്ടാവും. അപ്പോൾ അതൊന്നും എടുത്ത് വായിച്ച് നോക്കി പഠിക്കാനായിട്ടും കൂടെ ശ്രദ്ധിക്കുക. സമയം കണ്ടെത്തി പഠിക്കാം. മാക്സിമം ഒരു 5 മണിക്കൂർ പെർ ഡേ ഇരുന്ന് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഉറപ്പായും നിയമനങ്ങൾ നടക്കും. കാരണം ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഇംപ്ലിമെൻറ്റേഷനൊക്കെ നടക്കുന്നുണ്ട്. ശൈശവകാല വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം ഏറി വരികയാണ്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും നമുക്ക് എന്തുണ്ടാവാം, നമുക്ക് അപ്പോയിൻമെൻറ്റും മറ്റു കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ സർവീസിൽ കയറുക എന്നുള്ള നമ്മുടെ ദൗത്യം നിങ്ങൾ വിജയകരമായി പൂർത്തിയാക്കുക. തീർച്ചയായും സർവീസിൽ കയറാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കും. പിന്നെ എന്തെങ്കിലും ക്ലാസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സജഷൻസോ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ താഴെ ഇടുക കേട്ടോ. തീർച്ചയായും അതനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. ഓക്കെ ഡിയേഴ്സ്, താങ്ക് യു സോ മച്ച്.